ആലപ്പുഴ ചെങ്ങന്നൂരിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള മൊബൈൽ ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തനരഹിതം. മാസങ്ങളായി ഗ്യാസ് ക്രിമറ്റോറിയത്തിൽ ചെങ്ങന്നൂർ നഗരസഭയിലെ ഒരു മുറിയിൽ വിശ്രമത്തിലാണ്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെങ്ങന്നൂരിലെ വീടുകളിൽ മരണം നടന്നാൽ സ്ഥലപരിമിതി മൂലം മൃതദേഹം സംസ്കരിക്കുവാനുള്ള മാർഗമായാണ് ക്രിമറ്റോറിയം സജ്ജമാക്കിയത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്യാസ് ക്രിമറ്റോറിയം വാങ്ങിയത്. നിലവിൽ മൃതദേഹം സമീപത്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് സംസ്കരിക്കുന്നത്. ഗ്യാസ് ക്രിമറ്റോറിയം വാങ്ങുന്നതിനായി 3 ലക്ഷം രൂപയോളമാണ് ചിലവിട്ടത്. ശ്മശാനമില്ലാത്ത ചെങ്ങന്നൂരിൽ BPL കുടുംബങ്ങൾക്ക് 4000 രൂപയ്ക്കും APL വിഭാഗങ്ങൾക്ക് 6000 രൂപയ്ക്കും സംസ്കാരം നടത്താൻ സാധിക്കുന്നതാണ് പദ്ധതി. എന്നാൽ ക്രിമറ്റോറിയം മാസങ്ങളായി അടച്ചിട്ട മുറിയിൽ വിശ്രമത്തിലാണ്. കഴിഞ്ഞ 2023-24 വർഷക്കാലത്ത് സാമ്പത്തിക വർഷക്കാലത്തെ മൊബൈൽ ക്രിമറ്റോറിയം നമ്മൾ പ്രൊജക്റ്റ് വെച്ച് നിർമ്മിക്കുകയുണ്ടായി. ഏകദേശം 1 വർഷക്കാലത്തോളം നഗരസഭയുടെ താഴത്തെ റൂമിൽ ഈ മൊബൈൽ ക്രിമറ്റോറിയം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. പല പ്രാവശ്യവും നഗരസഭാ സെക്രട്ടറിയോടും അതിന്റെ വേണ്ടപ്പെട്ട ഭരണകർത്താക്കളോടും അന്വേഷിച്ചപ്പോൾ ഇതിന് നിയമ തടസ്സങ്ങളുണ്ട്, ബൈലോ റെഡിയാകണമെന്നാണൊക്കെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഒരു ശ്മശാനം ഇല്ലാത്ത ചെങ്ങന്നൂർ നഗരസഭയുടെ ചുറ്റളവിൽ പല മറ്റുള്ള മണ്ഡലങ്ങളിൽ പോയാണ് ഇതിന്റെ ശവസംസ്കാരം നടത്തുന്നുള്ളത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എത്രയും വേഗം ക്രിമറ്റോറിയം ഉപയോഗിക്കുവാൻ വിട്ടു നൽകണമെന്ന് ആവശ്യം ശക്തമായിരിക്കുകയാണ്. ആദ്യകാലത്ത് കാലതാമസം വരുത്തിയത് ബൈലോ പറഞ്ഞായിരുന്നു. എന്നാൽ ബൈലോ ശരിയാക്കിയിട്ട് മാസങ്ങളായിട്ടും ക്രിമറ്റോറിയം പ്രവർത്തന സജ്ജമാക്കുന്നില്ല. ക്രിമറ്റോറിയം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ സജ്ജമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് ജനങ്ങൾ തയ്യാറെടുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.